സംസ്ഥാനത്ത് പലയിടത്തും മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു. തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ അവിടെ അതിശക്തമായ മഴ പെയ്യുകയാണ്. നഗരപ്രദേശങ്ങളിലൊക്കെ മിക്കയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. റോഡുകളിലൊക്കെ ഗതാഗതം നടക്കുന്നുണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. വീടുകളിലേക്ക് വെള്ളം കയറിയതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത 2 മണിക്കൂറിൽ തൃശ്ശൂരിൽ കനത്ത മഴയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2 മണിക്കൂറിന് ശേഷം മഴയ്ക്ക് ശമനമുണ്ടാവുകയുള്ളൂ. ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശമൊക്കെയാണ് തൃശ്ശൂർ ജില്ലാ കളക്ടർ നൽകുന്നത്. എന്തായാലും വിശദാംശങ്ങൾ കൂടുതൽ അറിയേണ്ടതുണ്ട്. അഖിലുണ്ട് വിവരങ്ങൾ നൽകാനായി. അഖിൽ, അടുത്ത 2 മണിക്കൂർ കൂടെ അതിശക്തമായ മഴ പെയ്യുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം നഗരപ്രദേശങ്ങളിലടക്കം റോഡുകളിലടക്കം വെള്ളം കയറിയ സ്ഥിതി, അത് വീടുകളിലേക്ക് കയറുന്ന സ്ഥിതി കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു ജാഗ്രത തന്നെ ഇന്നിപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ അടുത്ത 2 മണിക്കൂർ ഉണ്ടാകണമെന്നുള്ള ഒരു സൂചന കൂടിയാണ് ജില്ലാ കളക്ടർ നൽകുന്നത്, അല്ലേ? ജിൽസി പറഞ്ഞതുപോലെ തന്നെയാണ് 2 മണിക്കൂർ കൂടി ശക്തമായ മഴ തൃശ്ശൂരിൽ തുടരുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അശ്വിനി ആശുപത്രി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ടിൽ മുങ്ങിയ അശ്വിനി ആശുപത്രി പിറകുവശത്തെ റോഡാണ്. അവരെ കാർ പാർക്കിങ്ങിലേക്ക് പോകുന്ന റോഡാണ്. ആ റോഡിലൊക്കെ കോർപ്പറേഷന്റെ ആളുകളൊക്കെ തന്നെ ഉള്ളിലേക്ക് കയറി എന്തെങ്കിലും തരത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമങ്ങൾ നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും കോർപ്പറേഷൻ സെക്രട്ടറി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, വലിയൊരു വെള്ളക്കെട്ട് ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമുണ്ട്. മഴ വളരെ ശക്തമായിട്ടുള്ള മഴയാണല്ലോ. ഏകദേശം ഒരു മണിക്കൂറായിട്ട് തുടരുന്ന മഴയാണ്. 1 മണിക്കൂറിന് ഒരു കാരണവശാൽ ഇത്രയും വെള്ളമൊന്നും കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പെർഫെക്റ്റ് ആണെങ്കിലും വെള്ളം കയറും. പിന്നെ ഇതൊരു താഴ്ത്ത പ്രദേശം കൂടി ആണല്ലോ, അതാണ്. ഇപ്പോൾ ആളുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ കുറേ വീടുകൾ വെള്ളം 6-7 വീടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു വീട്ടുകാർ ഓൾറെഡി പോയി കഴിഞ്ഞു. മറ്റു വീട്ടുകാരോട് ഞാൻ 2-3 പേരെ കണ്ടു. അവർ കുഴപ്പമില്ലാന്ന് പറഞ്ഞ് നിൽക്കുന്നു. എന്നാലും നമ്മളിപ്പോൾ ഒരു വള്ളം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ തന്നെ ഇവിടെ എത്തും. ഏകദേശം എത്ര വെള്ളം കയറിയിട്ട് വെള്ളം ഇതിപ്പോൾ ഞാൻ നോക്കുവാണെങ്കിൽ ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഇത്രയും പൊക്കം ഉണ്ടല്ലോ, എൻ്റെ ഏകദേശം ഒരു അരക്ക് വേദ വെള്ളമുണ്ട്. ഞാനിപ്പോൾ അവിടെ നടന്നു പോയിട്ടാണ് വന്നത്. അത് പിന്നെ ഈ ആശുപത്രിക്ക് പിന്നിലെ ഒരു ചാലുകൂടി ആയതുകൊണ്ടേ ആ വെള്ളം കയറി കഴിഞ്ഞാൽ അതൊരു അസുഖങ്ങൾക്കൊക്കെ കാരണമാവാൻ സാധ്യതയുള്ള അസുഖം. ഇപ്പോൾ ഈ വെള്ളത്തിനകത്ത് അസുഖം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം വെച്ചാൽ ഓൾറെഡി 1-2 പ്രാവശ്യം കയറി പോയല്ലോ. അപ്പോൾ അതിന് സ്നാക്കിനെറ്റിനായിട്ടുള്ള വാട്ടർ അല്ല, ഒഴുകി വന്ന അവിടുന്ന് മുകളിൽ നിന്നൊക്കെ ഒഴുകി വന്ന വാട്ടറാണ്. അപ്പോൾ അത് കാരണം തന്നെ അസുഖത്തിനുള്ള ഒരു സാധ്യത ഒന്നുമില്ല. തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ വള്ളമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. RRT ടീമുകളുണ്ട്, അവരെല്ലാവരും വരും. ജിൽസി, അദ്ദേഹം കോർപ്പറേഷൻ സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെയാണ് ഇത് സ്ഥിരമായ ഒരു വെള്ളം കയറുന്ന പ്രദേശമാണ്. പക്ഷേ ഇത്തരത്തിൽ, അതായത് തുടങ്ങിയ ആദ്യ മണിക്കൂറിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. അല്പസമയത്തിനൊക്കെ തന്നെ ബോട്ട് ഇവിടേക്ക് കൊണ്ടുവരും. RRT ടീമും സജ്ജീകരിച്ചിട്ടുണ്ട്. ആ ബോട്ടും RRT ടീമും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള 7ഓളം വീടുകളുണ്ട്. ആ വീട്ടിൽ നിന്ന് ആളുകളെ ഇവിടെ നിന്നും അല്പസമയത്തിനൊക്കെ തന്നെ മാറ്റും എന്നുള്ള കാര്യമാണ് കോർപ്പറേഷൻ സെക്രട്ടറി ഇപ്പോൾ നമ്മൾ പങ്കുവച്ചിരിക്കുന്നത്. ശക്തമായ മഴ, രാവിലെ മുതൽ തന്നെ ശക്തമായ മഴയാണ് തൃശ്ശൂരിൽ തുടങ്ങുന്നത്. തൃശ്ശൂർ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. വടക്കേ സ്റ്റാൻഡ്, MG റോഡ്, അതുപോലെ തന്നെ നഗരത്തിന്റെ മറ്റ് താഴ്ന്ന പ്രദേശങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ, കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന പാതയിലടക്കം വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ശക്തമായ മഴ തൃശ്ശൂരിൽ തുടരുകയാണ്. മലയോര മേഖലയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ എവിടെയും മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളോ നിലവിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആശങ്കാജനകമായ കാര്യങ്ങളും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ മണ്ണൊലിപ്പും ഒക്കെ സാധ്യതയുള്ള ഉരുൾപൊട്ടലൊക്കെ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകളോട് നേരത്തെ തന്നെ മാറി താമസിക്കാൻ പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഈ കടലോര മേഖലയിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഈ മഴ പെയ്യുന്നതിനപ്പുറത്തേക്ക് വേലിയേറ്റ സമയത്തൊക്കെ വലിയ രീതിയിലുള്ള വെള്ളം വീടുകളിലേക്ക് അടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 12 മണിയോടെ ഈ രീതിയിൽ മഴ തുടരുകയാണെങ്കിൽ 12 മണിയോടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കടലാക്രമണം മേഖലയിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ശക്തമായ വെള്ളക്കയറ്റം, വീടുകളിലേക്കൊക്കെ തന്നെ മണ്ണും വെള്ളവും കുത്തിയൊലിച്ച് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ രീതിയിൽ 2 മണിക്കൂർ കൂടി ശക്തമായ മഴ തൃശ്ശൂർ നഗരത്തിൽ തുടരുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ നിലവിൽ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. അതിനുള്ളൊരു അറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ മഴ 2 മണിക്കൂറും തുടരുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാവും എന്ന് വേണം കരുതാൻ. ഇന്നലെയൊക്കെ തന്നെ ഈ നിലവിൽ 2 മണിക്കൂർ കൂടി ശക്തമായ മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ നഗരപ്രദേശത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നം റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ RRT സംഘങ്ങളൊക്കെ ഈ വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നത് അതൊക്കെ ഈ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ മറ്റ് മലയോര മേഖലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ, അവിടെ മഴയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? ജിൽജി, മേഖല, അതായത് തൃശ്ശൂർ ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ, അതായത് മലയോര മേഖലയിലായും ശരി, തീരദേശവുമുണ്ട്, സമതല പ്രദേശങ്ങളുമുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഈ
മഴ പെയ്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ചാലക്കുടിയാണ്. പക്ഷേ ചാലക്കുടിയിൽ മഴ പെയ്യുന്നുണ്ട്, പക്ഷേ അത്ര വലിയ പ്രശ്നങ്ങളില്ല. വെള്ളക്കെട്ടുകളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ശക്തമായ മഴ ചാലക്കുടിയിൽ പെയ്യുന്നില്ല എന്ന് പറയുന്നത് എന്തായാലും അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചോളം ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. നിലവിൽ ഈ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ നഗരപ്രദേശത്താണ്. ഒപ്പം തന്നെ നഗരത്തിനൊപ്പം തന്നെ മറ്റു രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിലാണ്. അവിടെ ഇത്തരത്തിൽ ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന പല സ്ഥലങ്ങളിലും ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചെറിയ മഴയ്ക്ക് പോലും വെള്ളക്കെട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ശക്തമായ മഴ തുടരുകയാണെങ്കിൽ നിലവിൽ ഈ വീടുകളിലേക്കൊക്കെ വീണ്ടും വെള്ളം കയറുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ ഈ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ ചില സ്ഥലങ്ങളിൽ ഒരു വാർത്ത ചെയ്തിരുന്നു. അവിടെ ഈ തോടിൻ്റെ സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെടുത്തി ഈ ഹൈവേ നിർമ്മാണത്തിൻ്റെ ഭാഗമായി കാന നിർമ്മിക്കുകയും ഈ തോടുകൾ ഒഴുകാതെ ആ തോടിലെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട വീടുകളിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ വീടുകളിലേക്കടക്കം വലിയ രീതിയിൽ വെള്ളം കയറുന്നു. അപ്പോൾ ഇന്നും ഇത്തരത്തിൽ മഴ തുടരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടാനും വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറാനും സാധ്യതയുണ്ട്. നിലവിൽ ഇതുവരെയായിട്ടും അത്തരത്തിലെ മേഖലകളിൽ നിന്നും വെള്ളം കയറിയതായിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ അത് അത്തരത്തിൽ തന്നെ ഇത് തുടരുമെന്ന് നമുക്ക് പറയാൻ കാര്യമില്ല. കാരണം ജില്ലാ കളക്ടർ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അതായത് ഇനി ഉള്ള ഏതായാലും മണിക്കൂറുകൾ 2 മണിക്കൂറോളൊക്കെ തന്നെ ശക്തമായ മഴ തുടരും. ഒരുപക്ഷെ അതിനപ്പുറത്തേക്കും മഴ ശക്തി പ്രാപിക്കാനും ശക്തി കൂടാനും ഒക്കെ തന്നെ സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഓരോ മണിക്കൂറുകൾക്ക് ഇടവിട്ടൊക്കെ തന്നെ ഈ കാലാവസ്ഥ റിപ്പോർട്ടുകളുടെയൊക്കെ സ്വഭാവം മാറുന്നു, കാലാവസ്ഥ പ്രവചനങ്ങൾ മാറുന്നു. മഴ ഉണ്ടാവുമെന്ന് പറയുന്ന സമയത്ത് അതിനേക്കാൾ കൂടുതൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാകുന്നു. ഒരുപക്ഷെ ഒരു ചെറുമേഘ വിസ്ഫോടനത്തിന് സമാനമായ രീതിയിലുള്ള മഴയാണ് തൃശ്ശൂർ നഗരത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം രാവിലെ മുതൽ തന്നെ ശക്തിയായി മഴ പെയ്യുന്നുണ്ട്. തീരദേശത്തും അതുപോലെ തന്നെ മലയോര മേഖലയിലേക്കും പെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും തന്നെ അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഈ മഴയ്ക്കൊപ്പം തന്നെ ആശങ്ക നൽകുന്ന അല്ലെങ്കിൽ ആശങ്ക പരത്തുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശക്തമായ ഇടിമിന്നൽ ഉണ്ട് എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ഇടിമിന്നൽ ഉണ്ട് എന്നുള്ളതാണ്. അത് ഒരു ആശങ്ക നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ, അതായത് ചെറുതുരുത്തി ഷൊർണൂർ മേഖലയിലേക്ക് ഷൊർണൂരിനോട് ചേർന്നുള്ള ചെറുതുരുത്തി ഭാഗത്തൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ തന്നെ ഈ ഇടിമിന്നലിൽ നിരവധിയായ ഗൃഹോപകരണങ്ങൾ നശിക്കുകയും വീടുകൾക്കൊക്കെ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ഹൈവേ മഴ വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. തൃശ്ശൂർ നഗരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. തൃശ്ശൂർ നഗരത്തിൽ മിക്കയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. RRT സംഘമൊക്കെ എത്തി ഒറ്റപ്പെട്ട വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമമൊക്കെ തുടങ്ങുന്നുണ്ട്. ചാലക്കുടിയുടെ ഭാഗത്ത് മഴയില്ല എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരം. കാരണം ചാലക്കുടി പുഴ കരകവിഞ്ഞുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തൽക്കാലത്തേക്ക് ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നൽ ഉണ്ടാകുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി തൃശ്ശൂരിൽ നിന്ന് കെ അഖിൽ നൽകുന്നുണ്ട്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.